നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നാണ് ആ കളി. യെസ്, യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ വെച്ച് ആഴ്സണലും PSG തമ്മിൽ ഏറ്റുമുട്ടുന്നു. രാത്രി ഇന്ത്യൻ സമയം 12:30 കളി നടക്കുക. കടുത്തൊരു പോരാട്ടം എല്ലാവരും പ്രതീക്ഷിക്കുന്ന മത്സരമാണ്. മത്സരത്തിന് മുന്നോടിയായിട്ട് നമ്മൾ രണ്ട് ടീമിൻ്റെയും ഫോം ഗൈഡ് എന്നെടുത്ത് നോക്കിയാൽ ആഴ്സണൽ അവസാനമായി കളിച്ച 5 കളികളിൽ നിന്ന് ഒറ്റൊന്നും തോറ്റിട്ടില്ല. 3 വിജയങ്ങൾ, പക്ഷേ 2 സമനിലകളാണ്. പാരീസ് സെൻ ജർമ്മൻ അവസാനം കളിച്ച 5 കളികളിൽ 2 വിജയിച്ചുള്ളൂ. 2 തോൽവികളുണ്ട്, 1 സമനിലയുമുണ്ട്. സമീപകാലത്ത് അത്ര മികച്ച പെർഫോമൻസ് അല്ല ടീം നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിമർശനങ്ങൾ ഫ്രാൻസിൽ നിന്ന് തന്നെ ഉയരുന്ന ഘട്ടവുമാണ്. ഈ 2 ടീമുകളുടെയും ഹെഡ് ടു ഹെഡ് മത്സരങ്ങളുടെ കണക്കൊന്ന് നോക്കിയാൽ പാരീസ് സെൻ ജർമ്മൻ ഇതുവരെ ആഴ്സണലിനെതിരെ ജയിച്ചിട്ടില്ല. 3 കളികൾ നടന്നതിൽ ആഴ്സണൽ 1 കളി വിജയിച്ചു, 2 കളി സമനില. ആഴ്സണൽ PSG വലയിലേക്ക് 5 ഗോളുകൾ അടിച്ചപ്പോൾ PSG തിരികെ 3 ഗോളുകളെ അടിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതൊക്കെ പഴയ കഥ. ഇപ്പോഴത്തെ PSG ടീം മികച്ചതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് മികച്ചൊരു പോരാട്ടത്തിന് തന്നെയാണ് ലൂയിസ് എൻറിക്കയും സംഘവും കൊപ്പുകൂട്ടുന്നത്. അദ്ദേഹം ഇന്നലെ കളിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് ആഴ്സണലും PSG ഓൾമോസ്റ്റ് സിമിലറാണ്. അവർക്ക് നല്ല രൂപത്തിൽ അറ്റാക്ക് ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാനും ടുഗെദർ ഈ കാര്യങ്ങൾ ചെയ്യാൻ കേപ്പബിളായിട്ടുള്ള ടീമാണ്. അവർക്ക് ഹൈ ലെവൽ ഇൻഡിവിജ്വൽസുമുണ്ട്. ഞങ്ങളും അങ്ങനെ തന്നെയാണ്. സോ ഏതെങ്കിലും ഒരു താരത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഞങ്ങളും പോകുന്ന ഒരു ടീം എന്ന നിലയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. സോ മികച്ചൊരു പ്രകടനം നമുക്ക് കാണാൻ പറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് ലൂയിസ് എൻറിക്കെ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മൈക്കൽ ആർട്ടറ്റയ്ക്കും പറയാനുള്ളത്. അദ്ദേഹം പറയുന്നത് ഈ ഒരു മൊമെൻ്റാണ് നമ്മുടെ ടീം എത്രത്തോളം മികച്ചതാണ് എന്നുള്ളത് തെളിയിക്കുന്ന മൊമെൻറ്റ്. നമ്മുടെ മൈൻഡ് സെറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നമ്മുടെ ലിമിറ്റിനപ്പുറത്തേക്ക് നമുക്ക് പുഷ് ചെയ്ത് പോവേണ്ടതുണ്ട്. ഇത് ചരിത്രമാക്കി മാറ്റണം എന്ന് മൈക്കൽ ആർട്ടറ്റയും പറയുമ്പോൾ ഒരു കിടിലൻ പോരാട്ടമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.